ബാർക്കോഴ കേസിൽ കെ ബാബുവിന്റെ രാജി ഉയർത്തി കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മൂർച്ഛിക്കുന്നു. രാജി തീരുമാനം കെപിസിസി അധ്യക്ഷനെ അറിയിക്കാത്തതിന് ന്യായീകരണവുമായി കെ ബാബു രംഗത്ത് വന്നു. വിജിലൻസിന്റെ നിലപാടിനെതിരെ എ ഗ്രൂപ്പിന് കടുത്ത അമർഷമുണ്ട്. ബോധപൂർവം വിജിലൻസ് കോടതി മുമ്പാകെ വസ്തുതകൾ മറച്ചുവെച്ചു എന്ന ആക്ഷേപമാണ് പല എ ഗ്രൂപ്പ് നേതാക്കൾക്കുമുള്ളത്. വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തല വിജിലൻസ് വകുപ്പ് ഒഴിയണമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും ആവശ്യപ്പെട്ടു. കെ ബാബു ഉമ്മൻചാണ്ടിക്ക് ഇന്നലെ രാജിക്കത്ത് കൈമാറുമ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത മുറിയിൽ കെപിസിസി പ്രസിഡന്റ് VM സുധീരനും ഉണ്ടായിരുന്നു. രാജിക്കത്ത് കൈമാറിയ ശേഷം ബാബു VM സുധീരനെ കാണുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. സുധീരനെ കാണാതെ കെ ബാബു മടങ്ങുകയായിരുന്നു. മന്ത്രിസ്ഥാനം രാജിവെക്കുമ്പോൾ കെപിസിസി പ്രസിഡന്റിനെ അല്ല മുഖ്യമന്ത്രിയാണ് കാണേണ്ടത് എന്നായിരുന്നു കെ ബാബുവിന്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം. മുഖ്യമന്ത്രിക്കല്ലേ രാജി കൊടുക്കേണ്ടത്, KPCC പ്രസിഡന്റ് അല്ലല്ലോ. ഞാൻ KPCCയുടെ ഒരു ഭാരവാഹിത്വം രാജിവെക്കുകയാണെങ്കിൽ KPCC പ്രസിഡന്റിനെ കൊടുക്കണം. അങ്ങനെയുള്ള അതിന്റെ സംവിധാനം. VM സുധീരനോട് മാത്രമല്ല ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും കെ ബാബുവിന് പ്രതിഷേധമുണ്ട്. ഇന്നലത്തെ കോടതി പരാമർശത്തിന് കാരണം വിജിലൻസിന്റെ പിടിപ്പുകേടാണെന്ന് എ ഗ്രൂപ്പ് വിലയിരുത്തുന്നു. ഇത് ബോധപൂർവം വരുത്തിയതാണെന്ന ആക്ഷേപവും എ ഗ്രൂപ്പ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. വിജിലൻസിനോടുള്ള അതൃപ്തി മറച്ചുവെക്കാതെയാണ് ബാബു ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വണ്ടി പോയതിനു ശേഷം നമ്മൾ കൈ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. തുടർച്ചയായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല വിജിലൻസ് വകുപ്പ് ഒഴിയണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വിജിലൻസിനെതിരെ ശക്തമായ പരാമർശങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടിരിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കെ ബാബുവിന്റെ രാജി കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പരസ്യ ഏറ്റുമുട്ടലിന് വീണ്ടും കാരണമാവുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.